ഞാനേ എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ പറഞ്ഞാണ്ട് വീഡിയോ ഇടുമ്പോഴേ എനിക്ക് വിളിച്ചുകാണ്ട് നിങ്ങളവിടെ റൂം കിട്ടുമോ, അതൊന്ന് നോക്കുമോ, ഇത് നോക്കുമോ, അങ്ങനത്തെ വർത്താനം പറഞ്ഞാൽ ഇക്കാരും വിളിക്കണ്ട കേട്ടോ. അങ്ങനത്തെ ഒരുപാട് കോൾ എനിക്ക് വന്നിരിക്കണേ. ചെങ്ങായിമാരെ റിസ്ക് എടുക്കാൻ തയ്യാറാവണം. ഒരു റിസ്ക് എടുക്കാതെ മറ്റുള്ളവൻ പറഞ്ഞ് കേട്ടുകാണ്ട് അതിൻ്റെ ബെയ്ത്താലെ പോയിട്ട് കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ അത് എന്താണെന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് കുറച്ചൊക്കെ അതിനെക്കുറിച്ച് നമ്മളെ തിങ്കിങ്ങിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തന്നെ വിളിച്ചുകാണ്ട് അവിടെ റൂം നോക്കും. എനിക്ക് ബ്രോക്കർ പണിയൊന്നുമില്ല. ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ നിന്നുള്ള ഒരു അപ്ഡേഷന് മനസ്സിലാക്കണവർ മനസ്സിലാക്കിക്കോട്ടെ, ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്തോട്ടെ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ ഈ ബേക്കറി ഫീൽഡ്, ഹോട്ടൽ ഫീൽഡ് ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളായതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നത്. പിന്നെ ഡ്രസ്സിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കും. അതൊക്കെ ഞാൻ അങ്ങനെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഇതിൽ കൂടെ വീഡിയോ ആക്കി പറയും. അല്ലാതെ എനിക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ വിളിച്ചുകാണ്ട് എടാ ഇവിടെ റൂമുണ്ട് വായോ, ഇത്രയാണ് അഡ്വാൻസ്, വാടക എത്ര, അതിൻ്റെ ബെയ്ത്താല ഒരു ബ്രോക്കർ പണി എടുത്തുകൊണ്ട് നടക്കാനൊന്നും എനിക്ക് നേരമില്ല. ഞാൻ ഓരോ അവസരങ്ങളെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അത് വിലയിരുത്തുക. എന്നിട്ട് ഒരു മാസം അല്ലെങ്കിൽ ഒരു 15 ദിവസമൊക്കെ വന്നിട്ട് ആ സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് മനസ്സിലാക്കി ഒരു ടൂറായിട്ടുണ്ട് പോരി. എന്നിട്ട് മനസ്സിലാക്കി കൂടി ഒരു റിസ്ക് എടുക്കാതെ മറ്റുള്ളവൻ്റെ വാക്കും കേട്ടുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുത്തുവാളെടുക്കും, ഒരു സംശയം വേണ്ട. ഞാൻ എന്തൊരു കാര്യം പറയുന്നുണ്ടെങ്കിലും കുറേയൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു 99% ഇത് പെർഫെക്റ്റ് ആണെന്നുള്ള വിലയിരുത്തിയിട്ട് ഞാൻ പറയുള്ളൂ. ഞാൻ പറയുന്ന രീതി ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞോളന്നില്ല, പക്ഷെ ഞാൻ പറഞ്ഞതിൽ കാര്യം ഉണ്ടാവും. ഞാൻ ആരും പറ്റിക്കാനും വഞ്ചിക്കാനും എന്നല്ല ഞാൻ പറയണത്. പാണ്ഡവർ ചെയ്തോട്ടെ, ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വിളിച്ചു കണ്ട് അവിടെ റൂം കിട്ടുമോ, റെന്റ് എത്ര, വാടക എത്ര, അതൊക്കെ ഓരോ നാട്ടിനും ഓരോ രീതി ഉണ്ടാവും. അതെവിടെ പോലും ഉണ്ടാവില്ലേ. അതൊന്നിപ്പോൾ അന്വേഷിക്കാൻ ഞാൻ നിൽക്കലില്ല കേട്ടോ. പിന്നെ എന്നോട് റൂം നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിയ റൂം ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിന് കംഫർട്ട് ആവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ തന്നെ വന്നിട്ട് പഠിച്ച് മനസ്സിലാക്കി എവിടെ ചെയ്യാൻ പറ്റും, ഇവിടുത്തെ സാഹചര്യങ്ങൾ, അതായത് നല്ലോണം നമ്മൾ അതിനെക്കുറിച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ട് വേണം ബിസിനസ് ഇടാൻ. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വിജയിക്കുള്ളൂ.